1999 ശ്രീ വിജയ് മല്യ ആണ് ഈ സ്വർണപ്പാളികൾ ഘടിപ്പിച്ചത്. ഞാൻ മാധ്യമപ്രവർത്തകരുടെ കൂടി അറിവിന് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലരും സ്വർണം പൂശുക എന്നുള്ള പ്രയോഗം നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് സ്വർണം പൂശുകയല്ല, സ്വർണപ്പാളികൾ ഈ ശില്പത്തിന്റെ മുകളിൽ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സ്വർണപ്പാളികൾ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. ആ 99 നടന്ന ഇതിന് ശേഷം 2019 അത് ഇളക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഇത് തീരുമാനമെടുത്തത്? കാരണം സ്വർണപ്പാളികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ സജഷൻ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആ വിഷയം എവിടെ നിന്നാണോ തുടക്കമിടപ്പെടുന്നത്, ഉത്ഭവിക്കുന്നത്, അതിനുശേഷം തന്ത്രിയുടെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം. അതിനുശേഷം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ച് ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ നടത്തേണ്ടത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, മറ്റേതെങ്കിലും ചെറിയ ക്ഷേത്രങ്ങളിൽ വിരുദ്ധമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്ഷേത്രങ്ങളുടെ ഈ തരത്തിലുള്ള ഏത് പ്രവൃത്തിയും നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണ്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു വസ്തുവും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ഉൾപ്പെടെ ഉള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള നിയമം. അങ്ങനെയിരിക്കെ 2019 ഈ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം ആരെടുത്തു? എന്തിനെടുത്തു? ഈ സ്വർണപ്പാളികൾക്ക് എന്ത് കേടുപാടുകളാണ് സംഭവിച്ചത്? ആ കേടുപാടുകൾ സംഭവിച്ചത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനെടുത്ത തീരുമാനം, അയാളെ ഈ പണി ഏൽപ്പിക്കാനെടുത്ത തീരുമാനം ആരുടേതായിരുന്നു? 40 ദിവസം 2019 ജൂലൈ 19 തൊട്ട് ഓഗസ്റ്റ് 9 വരെ ഉള്ള 40 ദിവസം. ഈ 40 ദിവസം ഇത് ചെന്നൈയിലേക്ക് ഉള്ള ഈ യാത്ര നടന്നതിന്റെ കാലയളവ് തന്നെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കാലയളവാണ്. ഇത്രയും ദിവസം എടുത്തു എന്നുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? ആ കാലത്ത് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ടോ? അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു ക്രമവിരുദ്ധമായിട്ടുള്ള, ഒരുപക്ഷെ സംശയാസ്പദമായിട്ടുള്ള കാര്യം ചെയ്തു. ഇത് തിരിച്ചു വന്നതിന് ശേഷം തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ളതിന്റെയും രേഖകളുണ്ട്, തെളിവുകളുണ്ട്. കാരണം സന്നിധാനത്ത് നിന്ന് 2019 ജൂലൈയിൽ പുറപ്പെടുമ്പോൾ പാളികളുടെ ഭാരം 25.4 കിലോയും പീഠത്തിന്റെ ഭാരം 17.4 കിലോയായിരുന്നു. അങ്ങനെ ആകെ 42.8 കിലോ. ഓഗസ്റ്റ് 29 സ്മാർട്ട് ക്രിയേഷനിൽ തൂക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 40 ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവിടെ തൂക്കിയപ്പോ ഭാരം 38.258 കിലോ. സ്വർണം പൂശിയതിന് ശേഷം, അതിനുശേഷം അവിടെ അവർ പണി നടന്നു. ആ പണി നടന്നതിന് ശേഷം 38.653 അതായത് തൂക്കത്തിൽ തന്നെ 4.147 കിലോ കുറഞ്ഞു.
ഇത് കോടതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ഇത്തവണ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോ, വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതേ ആൾക്ക് ഈ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികൾ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകാനുള്ള ഒരു നീക്കമുണ്ടായപ്പോൾ ആ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതിനു ശേഷം അത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നതിലൂടെയാണ് ഈ വിഷയം മുഴുവൻ പൊതുജന ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾക്കിടയിൽ, പരാമർശങ്ങൾക്കിടയിൽ ദേവസ്വം ബോർഡ് വളരെ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു 4 കിലോ തൂക്കത്തിൽ കുറവുണ്ട്. ഞാനത് ആവർത്തിച്ചു. 4 കിലോ തൂക്കത്തിൽ കുറവുണ്ട്. 4.127 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 4.147. ഈ തൂക്കത്തിൽ കുറവുണ്ട് എന്ന് പറഞ്ഞതിന് ഇപ്പൊ ചില ആളുകൾ ഇത് രാഷ്ട്രീയ പ്രേരിതാണ് ആരോപണം എന്ന് പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞത് ആവർത്തിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് വരിക? ഒന്ന്, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾ, കേരളത്തിന് പുറത്തുള്ള കോടിക്കണക്കിന് ആളുകൾ, അങ്ങനെയുള്ള കോടിക്കണക്കിന് ഭക്തന്മാരിൽ ഒരാളാണ് ഞാൻ. ശബരിമലയിൽ വ്രതമെടുത്ത് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരാളാണ് ഞാൻ. ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടായപ്പോ ആ ആചാരലംഘനത്തിനെതിരായിട്ടുള്ള ഭക്തരുടെ പ്രതിഷേധം, ആ പ്രതിഷേധം സന്നിധാനത്തിൽ നാമജപം നടത്തിക്കൊണ്ട് ഭക്തരുടെ അവകാശം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് അതിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശബരിമലയുടെ ഭക്തൻ എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങൾ, കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത്, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് എന്റെ ചുമതലയായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പറയുന്നു ദുരൂഹതയുണ്ട് എന്നാണ്. ദുരൂഹതയുണ്ട് എന്നുള്ളത് എപ്പോഴാ തോന്നിയത്? 2019 ഇയാളെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോ ഈ തൂക്കത്തിൽ കുറവുണ്ടായിരുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടാവും. ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് കൈകഴുകാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല, സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. അങ്ങനെ ദുരൂഹതയുള്ള, അങ്ങനെ 4 കിലോ സ്വർണം, ഇനി ചെമ്പാണെങ്കിൽ ചെമ്പിന്റെ മുകളിൽ സ്വർണ്ണ പാളികളാണ്, അതിൽ 4 കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളത് സർക്കാരിന് അറിയാമെന്നിരിക്കെ, ദേവസ്വം ബോർഡിന് അറിയാമെന്നിരിക്കെ, വീണ്ടും 2025 ഇതേ ആളെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള ആ തീരുമാനം എടുത്തതിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിന് ഒഴിഞ്ഞുമാറാൻ പറ്റുമോ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന് ഒഴിഞ്ഞുമാറാൻ പറ്റുമോ? അപ്പൊ 2019 4 കിലോ ഈ സ്വർണപ്പാളികളുടെയും ദ്വാരപാലകത്തിന്റെ ശില്പത്തിന്റെയും എല്ലാം കൂടി 4 കിലോ തൂക്കം കുറവുണ്ടായപ്പോ ആ 4 കിലോ തൂക്കം കുറവുണ്ടാക്കിയ ആൾ, ഒന്നാമത്തെ കാര്യം അയാളെ എങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അല്ല തുടക്കം വിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 2019 ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ള, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊരു വ്യത്യാസമുള്ളത്, ശബരിമല പടിപൂജ നടത്തുന്ന ക്ഷേത്രമാണ്. എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ 18ാം പടി തൊട്ട് അങ്ങോട്ട് വളരെ വിശുദ്ധമായിട്ട് പാവനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പടിപൂജ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മുകളിലുള്ളതെല്ലാം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരാധിക്കുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ളൊരു വസ്തു, ആ വസ്തു കൊള്ളയടിച്ച ആളെ, കൊള്ള നടത്താൻ നേതൃത്വം നൽകിയ ആളെ വീണ്ടും അതേ ചുമതല ഏൽപ്പിക്കുന്നു, വീണ്ടും 2025 എന്ന് പറയുമ്പോ ഇപ്പൊ സമഗ്ര അന്വേഷണം നടത്തും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സമഗ്ര അന്വേഷണമല്ല വേണ്ടത്, ഇതിൽ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത്. ദേവസ്വം മന്ത്രി വാസവനാണെങ്കിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മാത്രമല്ല 2019 ഇത് നടന്ന സമയത്ത് അന്നത്തെ
ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉത്തരവാദിത്വമുണ്ട്. ഈ 40 ദിവസം ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ 40 ദിവസം എടുത്തത് എന്തിനാണ്, എന്തുകൊണ്ടെടുത്തു എന്ന് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് അന്വേഷിക്കാതിരുന്നത്? അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. മാത്രമല്ല 2007 ഒരു ഉത്തരവുണ്ട്. സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ 2007 ഉത്തരവ് 2007 കേരള ഗസറ്റിൽ 2007 ഏപ്രിൽ മാസം 12-ാം തീയതി കേരള ഗസറ്റിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ ഭേദഗതി, ദേവസ്വം നിയമത്തിന് ഭേദഗതി വരുത്തിക്കൊണ്ട് 12-ാം വകുപ്പിൽ 3A വകുപ്പായിട്ട് ചേർത്തിരിക്കുന്നത് ദ ദേവസ്വം കമ്മീഷണർ ഷാൽ submit reports to the government once in 3 months with respect to the working of the board. ദേവസ്വം കമ്മീഷണർ 3 മാസത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. കേരള ഗവൺമെന്റിലെ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ? അതല്ലാതെ ഇത് എനിക്കൊന്നും അറിയില്ല അന്നത്തെ കാര്യം എന്നൊരു ദേവസ്വം പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല, അയാൾക്ക് യോഗ്യതയില്ല. സർക്കാർ എന്ന് പറയുന്നത് എല്ലാ അധികാര സ്ഥാനങ്ങളും തുടർച്ചയാണ്. അന്ന് നടന്നത് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരാള് അയാളുടെ ആ ആളുടെ സത്യപ്രതിജ്ഞയോട് തന്നെ അയാൾ കൂറ് കാണിക്കുന്നില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം പാലിച്ചതുകൊണ്ട് കാര്യമില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഞാൻ ശബരിമലയുടെ കാര്യത്തിൽ താൽപര്യമുള്ള ഒരാളാണ് എന്ന് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല. ഈ വലിയ കൊള്ള ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ക്ഷേത്രത്തിലും ഇതുപോലെ ഭക്തർ പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഒരു വിഗ്രഹം ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികൾ, ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിക്കുന്നത് എന്നാണ് അതിനർത്ഥം. ആ ദേവനെ സംബന്ധിക്കുന്ന സ്വത്ത്, ആ സ്വത്തിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ട് സർക്കാർ ഒഴിഞ്ഞുമാറുന്ന സമീപനം, ആ സമീപനം സർക്കാർ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, അനാവശ്യമായിട്ട് ഭക്തരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൌരവത്തോടുകൂടിയിട്ടുള്ള സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം, ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതിൽ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തണം. സർക്കാരിന്റെ വീഴ്ച 3 മാസത്തിലൊരിക്കൽ കിട്ടുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ പരിശോധിച്ചില്ല? റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല? സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഇതിലെ ആത്യന്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല, വകുപ്പ് മന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. അന്നത്തെയും ഇന്നത്തെയും വകുപ്പ് മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. എന്റെ പ്രശ്നം ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം ഈ നടത്തിയതിന്റെ എനിക്ക് ചോദിക്കാനുള്ളത് 7 കോടി രൂപ എവിടുന്ന് വന്നു എന്നാണ്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടല്ലോ. 7 കോടി രൂപ ചെലവാക്കി 5 കോടി വെട്ടിപ്പ് നടത്തിയിട്ട് ആ മോഷണം നടത്തിയ ആളുകളെ പിടികൂടാതെ 7 കോടി വീണ്ടും ചെലവാക്കിയെങ്കിൽ ആ പണം എവിടുന്ന് വന്നു എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഈ നശിപ്പിച്ച
ഉച്ചഭക്ഷണം 4000 പേര് രജിസ്റ്റർ ചെയ്തതിൽ എത്ര പേര് വന്നു? രജിസ്റ്റർ ചെയ്തതിന്റെ കണക്കാണ് എം.വി. ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. 3000 കസേര ഇട്ടിട്ട് 4000 പേര് രജിസ്റ്റർ ചെയ്തു, അത് വിജയിച്ചു എന്നാണ്. മുന്നിലിരുന്ന കസേര കാലിയായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതല്ലേ? അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന തട്ടിപ്പ്, ആ തട്ടിപ്പ് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല. ഈ തട്ടിപ്പിനെ കുറിച്ചാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ മോഷണം നടത്താൻ